ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എളുപ്പമാണ്, ഷടപടീന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ കഴിയും. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ആകെ ഒരു 3 ഇൻഗ്രീഡിയൻസിൻ്റെ മതി. അപ്പം നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് റവയും ഒരു എഗ്ഗും, ഇത്രയും മതി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ എഗ്ഗ് ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര, അതായത് നല്ല മധുരത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പഞ്ചസാര എടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് ഞാനൊരു 4 ടീസ്പൂൺ പഞ്ചസാര കേട്ടോ, 2 ടേബിൾ സ്പൂൺ അത്രയാണ് എടുക്കുന്നത്. അത്യാവശ്യം മധുരം ഉണ്ടെങ്കിലേ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ മധുരം കുറയ്ക്കണമെങ്കിൽ വേണം കുറയ്ക്കാം കേട്ടോ. പിന്നെ ഇതിലോട്ട് നമ്മൾ ചതച്ച 2 ഏലക്കായ് പൊടി ചേർത്താലും മതി, അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ആദ്യം ഒരു 10 ടീസ്പൂൺ റവ ചേർക്കുന്നുണ്ട്, ഒരു 5 ടേബിൾ സ്പൂൺ റവ. അപ്പോൾ അതും ചേർത്തിട്ട് ഞാൻ നല്ലോണം മിക്സ് ചെയ്യാൻ പോവാണ്. പിന്നെ ഈ സ്നാക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം നമ്മൾ പൊരിക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കണ്ട. ഇട്ട് ഒരു മിനിറ്റ് 2 മിനിറ്റിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഒരു പ്രാവശ്യമെങ്കിലും കേട്ടോ. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് പാൽപ്പൊടി ഇല്ലേ, അതൊരു ടീസ്പൂണാണ്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ. പിന്നെ വേണമെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങളിലുണ്ടെങ്കിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് കുറച്ചൊരു ലൂസ് പോലെ തോന്നുന്നുണ്ട്, കുറച്ചും കൂടി ഒരു കട്ടി വേണം. അപ്പോൾ ഞാനൊരു 1 ടേബിൾ സ്പൂൺ, അതായത് 2 ടീസ്പൂൺ റവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്നും അടച്ചു വെച്ചാൽ മതി. കാരണം ഈ റവ ബാക്കിയുള്ള ആ വെറ്റായിട്ടുള്ളതൊക്കെ ഒന്ന് നനവൊക്കെ വലിച്ചെടുക്കുന്നവരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇത് പൊരിക്കാനായിട്ട് ഒരു പാത്രത്തിൽ ഓയിൽ ഒഴിച്ച് അത് അത്യാവശ്യം ചൂടാക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വെക്കുക. കാരണം ഇതിന് ഒരുപാട് തീ വെക്കരുത്, പെട്ടെന്ന് കളർ ചേഞ്ചായിട്ട് വേവ് ഇല്ലാണ്ടായിപ്പോവും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടോ, കാരണം ഒരു തിക്കായിട്ട് ഉള്ള. അപ്പോൾ ഒരു 2 സ്പൂൺ എടുത്തിട്ട് 1 സ്പൂണിൽ മാവ് എടുത്തിട്ട് നമ്മൾ 1 സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് ആവും, കാരണം നമ്മൾ പഞ്ചസാര എഗ്ഗും അല്ലേ, അപ്പോൾ പെട്ടെന്ന് കളർ ചേഞ്ച് ആവും. അപ്പം ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് അതിനെ വേഗം തന്നെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് കൊണ്ട് സംഭവം വെന്ത് കിട്ടും കേട്ടോ. ഇതാ ഇപ്പം തന്നെ കണ്ടില്ലേ, ഏകദേശം പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടി വെക്കാം. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് വേവോ ഉള്ളൊക്കെ വെന്തിട്ടുണ്ടാവുമോ എന്ന് പേടിക്കണ്ട. ബാക്കി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കോരി ഇടൂലേ, അപ്പോൾ അപ്പോഴൊരു ചൂടുണ്ടാവില്ലേ, നല്ല പതയ്ക്കുന്ന ചൂട്. ആ ചൂടിൽ ഈ റവപ്പം നല്ല കറക്റ്റ് വേവായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഏകദേശം കളറ് ഈ ഒരു കളറാണ് വേണ്ടിയത്. ഇപ്പോൾ ഈ ഒരു കളറ് കാണുമ്പോൾ നല്ല ഡാർക്കായോ എന്ന് തോന്നും ചിലവർക്ക്, പക്ഷേ അതൊന്നുമല്ല, ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ, നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിൽ കുറച്ച് ഓയിലോ അങ്ങനെ ആക്കിയിട്ട് ഒന്ന് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. പക്ഷേ സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുക്കണതാണ് കുറച്ചും കൂടി നമുക്കൊരു എളുപ്പമായിട്ട് തോന്നാം, എന്നാൽ കയ്യിലൊന്നും ആവില്ല. അപ്പം ഇത് നമ്മൾ അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുത്ത്, ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ പുറമേ അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വൈകിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ, ടേക്ക് കെയർ.